ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. UGC നെറ്റ് എക്സാമിന് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇനി എന്ത് പഠിക്കണം, റിവിഷൻ എങ്ങനെ ചെയ്യണം, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്തൊക്കെയാണ്, പാസ്സാകാൻ ഇപ്പോൾ എന്ത് ചെയ്യണം, ഇതൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ലാസ്റ്റ് മിനിറ്റ് സ്ട്രാറ്റജി, പേപ്പർ 1 ക്വിക്ക് റിവിഷൻ പ്ലാൻ, സബ്ജക്റ്റ് പ്രിപ്പറേഷൻ പ്ലാൻ, ടൈം മാനേജ്മെൻറ്റ്, എക്സാം ഹോൾ മിസ്റ്റേക്ക് അവോയ്ഡ് ചെയ്യാനുള്ള ടിപ്സ്. അപ്പോൾ വീഡിയോ മുഴുവനായും കാണുക, ബിക്കോസ് ദീസ് ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് ക്യാൻ കംപ്ലീറ്റ്ലി ചേഞ്ച് യുവർ റിസൾട്ട്. ഇനി നമുക്ക് ഫസ്റ്റ് സെഗ്മെൻറ്റിലോട്ട് പോകാം. അത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് റീസെറ്റ് ചെയ്യുകയാണ്. ഫസ്റ്റ് തിങ് എനിക്ക് പറയാനുള്ളത്, ഒട്ടും പാനിക് ആകരുത്. ഞാനും നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ്. ഡിസംബർ 2024 ക്രാക്ക് ചെയ്ത ഒരാളാണ്. ഇപ്പോൾ ഞാൻ JRFന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കറിയാം നെറ്റ് എക്സാമിന് മുമ്പ് ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസിനും, അത് നമ്മൾ പഠിച്ചാലും ഇല്ലെങ്കിലും ഒരു ഫീലിംഗ് ഉണ്ടാകും. എനിക്കൊന്നും ഓർമ്മയില്ല. എസ്പെഷ്യലി അത്യാവശ്യം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ചിന്ത കൂടുതലായിട്ടും വരുന്നത്, എനിക്കൊന്നും ഓർമ്മയില്ലെന്ന്. ബട്ട് ട്രസ്റ്റ് മീ, നിങ്ങൾ പഠിച്ചതൊന്നും എവിടെയും പോകുന്നില്ല. നമ്മൾ വായിച്ചതും പഠിച്ചതും കണ്ടതും കേട്ടതും എല്ലാം നമ്മുടെ ബ്രെയിനിലുണ്ട്. ആ ഒരു സമയത്ത് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ, ഓപ്ഷൻസ് കാണുമ്പോൾ അത് നാച്ചുറലി നിങ്ങൾക്ക് കിട്ടും ആൻസർ. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ടാർഗറ്റ് എന്താണെന്ന് വെച്ചാൽ, പുതിയ ടോപ്പിക്സ് മുഴുവൻ പഠിച്ചു തുടങ്ങിയല്ല, ഓൾറെഡി പഠിച്ചതിനെ സ്മാർട്ടായി റിവൈസ് ചെയ്യുക എന്നതുള്ളതാണ് നിങ്ങളുടെ ടാർഗറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ ഡിസ്ട്രാക്ഷനൊക്കെ കുറയ്ക്കുക, ഡെയിലി സ്റ്റഡി അവേഴ്സ് കൺസിസ്റ്റൻ്റ് ആക്കുക, പിന്നെ സ്ലീപ്പ് സാക്രിഫൈസ് ചെയ്യാതിരിക്കുക. ബിക്കോസ് അത് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെയും ഫിസിക്കൽ ഹെൽത്തിനെയൊക്കെ ഒരുപാട് അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി അതിനനുസരിച്ച്, ഇപ്പോൾ ഞാൻ നേരത്തെ ആയിരുന്നെങ്കിൽ 8 hour എന്ന് പറഞ്ഞേനെ, ബട്ട് ഇപ്പോൾ ഒരു 12 hour നമ്മൾ കൺസിസ്റ്റൻ്റായി പ്രിപ്പയർ ചെയ്യണം എന്നാണ് പറയുന്നത്. കാരണം ലാസ്റ്റ് മിനിറ്റാണ്. അപ്പോൾ നമ്മുടെ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ക്വിക്ക് റിവിഷൻ ചെയ്യുക. പേപ്പർ 1 ആദ്യത്തെ ഒരു 1-2 days. അപ്പോൾ ഇന്നാണ് നിങ്ങളുടെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഇന്നും നാളെയുമായിട്ട് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, കമ്മ്യൂണിക്കേഷൻ, ലോജിക്കൽ റീസണിങ്, ICT, ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം, പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റ്, ഈ ഒരു 7 ടോപ്പിക്സ് റിവിഷൻ ചെയ്യുക. അതിൽ ഇതെന്താണെന്ന് പറഞ്ഞിട്ട് ഫാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലും വരുന്നത്. ഇനി നമ്മുടെ റീഡിങ് കോംപ്രിഹെൻഷൻ ഉണ്ട്, മാത്തമാറ്റിക്കൽ റീസണിങ് ഉണ്ട്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് കൂടുതലും വരുന്നത്? നമ്മുടെ റീസണിങ് സ്കിൽസിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം നമ്മുടെ പ്രിപ്പറേഷൻ അതിനനുസരിച്ച് മാറ്റണം. അതായത് നിങ്ങൾ യൂട്യൂബ് വീഡിയോസ് കിട്ടും, മാരത്തോൺ വീഡിയോസ്. അപ്പോൾ നിങ്ങൾക്ക് വായിക്കാൻ മടിയാണ്, അല്ലെങ്കിൽ വായിച്ചിട്ട് ഒത്തിരി ടയറിങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 5 hours 6 hours ഉള്ള മാരത്തോൺ വീഡിയോ അത് സ്പീഡിൽ കാണാൻ നോക്കുക. അത് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് ട്രൈ ടു ആൻസർ ദോസ് ഓൾ ക്വസ്റ്റ്യൻ. നമുക്ക് PYQ ചെയ്യാൻ ഇഷ്ടമില്ല, ചിലവർക്ക് PYQ ചെയ്താൽ പെട്ടെന്ന് ഈസി ആയിട്ട് ബോർ അടിക്കുന്നവർ കാണും. അപ്പോൾ അവർക്കൊക്കെ മാരത്തോൺ വീഡിയോസ് ഹെൽപ്ഫുള്ളാണ്. മോസ്റ്റ്ലി ഹിന്ദിയിലുള്ള വീഡിയോസ് ആയിരിക്കും. അത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള ഹിന്ദിയല്ല, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയാൽ കുറച്ചുകൂടെ ഹെൽപ്ഫുള്ളാകും. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ 3rd and 4th ഡേയിൽ നിങ്ങളുടെ കോഴ്സ് സബ്ജക്റ്റിന് വേണ്ടിയിട്ട് ടൈം കൊടുക്കുക. PYQs സോൾവ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, ഞാൻ ഇപ്പോൾ PYQ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ കുറച്ച് മടിയാണ്. ആദ്യമേ കുറച്ച് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് ഭയങ്കര ടയറിങ് ആയിട്ടും സ്ട്രെസ്ഡ് ആയിട്ടും തോന്നും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇതേപോലെ മാരത്തോൺ വീഡിയോസ് കാണുക. അത് ചെയ്യാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നവർക്ക് നിങ്ങൾക്ക് പെയ്ഡ് ആയിട്ടുള്ള അൺപെയ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പിക്സ്, എൻ്റെ കോർ ടോപ്പിക് എന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്. നാളെ ഞാൻ റിപ്പീറ്റഡ് ടോപ്പിക്സ് എഴുതാം. എനിക്ക് അതിനുശേഷം വന്നത്, ഇപ്പോൾ 2 എക്സാം കഴിഞ്ഞു ഞാൻ നെറ്റ് ക്രാക്ക് ചെയ്തിട്ട്. ആ 2ലും ഞാൻ നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് ആ ഒരു JRF ആണ് കിട്ടാത്തത്. അപ്പം നെറ്റ് നോക്കുന്നവർക്കാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞു തരാം ഏതൊക്കെ ടോപ്പിക്സാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിട്ടുള്ളവർക്ക് യൂസ്ഫുൾ ആകുക എന്നുള്ളതും, പിന്നെ പേപ്പർ 1 ഒരു 38-40 മാർക്സൊക്കെ എങ്ങനെ സ്കോർ ചെയ്യുക എന്നുള്ളതും ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ പറഞ്ഞു തരാം. ഇത്രയും ദിവസം ഞാനും പ്രിപ്പയർ ചെയ്യുകയായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോസൊന്നും ഇടാഞ്ഞത്. അപ്പോൾ ഇനി കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇടാൻ നോക്കാം. ഒരു ഹെൽപ്പാകും, എനിക്കൊരു സ്ട്രെസ് ഫ്രീ ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുകയും ചെയ്യും വീഡിയോസ് ചെയ്യുമ്പോൾ. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത്
ഈ അവസാന ദിവസങ്ങളിൽ കൺസിസ്റ്റൻ്റായി വർക്ക് ചെയ്താൽ മാത്രമേ ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു റിസൾട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നിങ്ങളുടെ പ്രിപ്പറേഷനെ നിങ്ങൾ ബിലീവ് ഇൻ യുവർ പ്രിപ്പറേഷൻ. പിന്നെയെന്ന് പറയുന്നത് എക്സാം ഹോളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈം മാനേജ്മെൻ്റ് ആണ്. അതെന്ന് പറയുന്നത് ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ ഈസി ക്വസ്റ്റ്യൻസ് നോക്കുക. നമ്മളിപ്പോൾ മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഡിഫിക്കൽട്ടായിട്ടുള്ള നമ്മുടെ പേപ്പർ 2 ക്വസ്റ്റ്യൻസോ പാസേജ് ക്വസ്റ്റ്യൻസോ ഒന്നും വായിച്ച് ടൈം കളയാതെ ഫസ്റ്റ് റൗണ്ടിൽ ഈസി ക്വസ്റ്റ്യൻസ്, സെക്കൻഡ് റൗണ്ടിൽ മോഡറേറ്റ്, തേർഡ് റൗണ്ടിൽ ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഒരു ക്വസ്റ്റ്യനിൽ സ്റ്റക്കായിരിക്കരുത്. ഇപ്പോൾ നമുക്കത് കിട്ടുന്നില്ലെങ്കിൽ അത് അവിടെ വിടുക, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്തൊരു അഡ്വാൻറ്റേജാണ്, അത് നിങ്ങൾക്കറിയാമല്ലോ. ബട്ട് ബ്ലൈൻഡ് ഗസ്സിങ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെയെന്ന് പറഞ്ഞാൽ you don't need to cover 100% syllabus to clear NET, that you all know. What you need is smart revision, calm mindset, confidence and proper strategy. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ അവസാന ദിവസങ്ങളിൽ അഗൈൻ ആൻഡ് അഗൈൻ നിങ്ങൾ കൺസിസ്റ്റൻ്റായി വർക്ക് ചെയ്യുക. 12 hours എങ്കിലും മാക്സിമം കൊടുക്കുക. റിസൾട്ട് ഡെഫിനറ്റ്ലി ഇമ്പ്രൂവ് ചെയ്യും. ബിലീവ് ഇൻ യുവർ പ്രിപ്പറേഷൻ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ ഏത് സബ്ജക്റ്റാണ് നിങ്ങളുടേതെന്നൊന്ന് മെൻഷൻ ചെയ്യുക. ഇംഗ്ലീഷ് ലിറ്ററേച്ചറുകാർക്ക് വേണ്ടി റെപ്പിറ്റേറ്റീവ് ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്